ഇതുണ്ടാക്കാൻ ഇത്ര സിമ്പിളാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ നോമ്പിന് ഇതുണ്ടാക്കിയേനെ. നിങ്ങൾ ഇടുക്കിക്കാരുടെ ദേശീയ ഫുഡ് ഏതാ? എല്ലും കപ്പയും. അതുകൊണ്ട് തന്നെ പോത്തിൻ്റെ വല്ല എല്ലോ കാലോ ഒക്കെ കണ്ടാൽ പിന്നെ കൺട്രോൾ കിട്ടൂല. പണ്ടൊക്കെ വലിയ പെരുന്നാളിന് മാത്രമായിരുന്നു ഈ പോത്തും കാല് കിട്ടാറ്. ഇപ്പോൾ എല്ലും കപ്പയ്ക്ക് പകരം മിക്കപ്പോഴും തന്നെ കാലും കപ്പയാണ്. ഈ എല്ലും കപ്പ ഞങ്ങളുടെ ഒരു മെയിൻ വികാരമാവാനുള്ള കാരണം അത് വെക്കുന്നത് ഒരു വീട്ടിലാണെങ്കിലും വിളമ്പുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ്. ഒരു വീട്ടിലേക്ക് മാത്രമായി വെക്കാറില്ല. ഏത് വീട്ടിൽ വെച്ചാലും ഒന്നെങ്കിൽ എല്ലാവരും അവിടെ പോയി ഒരുമിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ പറഞ്ഞങ്ങ് കഴിക്കും, അല്ലെങ്കിൽ എല്ലാ വീട്ടിലേക്കും ഉള്ള പങ്ക് അവിടെ എത്തിക്കും. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഉമ്മാക്ക് എല്ലും കപ്പയും വെച്ചിട്ട് ആദ്യം എൻ്റെ ചെക്കന് തന്നെ വിളമ്പണമായിരുന്നു. പക്ഷേ കറക്റ്റ് ആ വിളമ്പണ സമയത്ത് ഞാനും ഓനും ഒന്ന് പുറത്തിറങ്ങിയോണ്ട് ആദ്യത്തെ വിളമ്പ് അമ്മീക്കാക്ക് തന്നെ കിട്ടി. പുലാവിൻ്റെ വീഡിയോസ് കാണുമ്പോൾ കപ്പ തന്നെ പോയി കഴിക്കാൻ തോന്നും. കൂടുതൽ വീഡിയോസും ദുബായിലെ റെസ്റ്റോറൻറ്റ്സിൻ്റെയാണ് കണ്ടത്. അബുദാബിയിലും കാണും. പക്ഷെ തപ്പി പിടിച്ചു പോയി കഴിച്ചിട്ട് ചീറ്റിപ്പോയാലോ എന്ന് വിചാരിച്ച് യൂട്യൂബ് കയറി നോക്കിയപ്പോൾ റെസിപ്പി കിട്ടി. ഭയങ്കര സിമ്പിളായി ഉണ്ടാക്കാൻ, അധിക സമയവും വേണ്ട. സീപ്പാളിൽ പോയാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള പോലെ കാലും നെല്ലിയൊക്കെ വെട്ടി തരുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഇന്നലെ ഞങ്ങളും ഉണ്ടാക്കി ബീഫ് നെല്ലി പുലാവ്. ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. യൂട്യൂബ് കയറി നോക്കിയാൽ ഇഷ്ടം പോലെ റെസിപ്പീസ് കിട്ടും. ഇനി ഞാൻ ഉണ്ടാക്കിയ അതേ റെസിപ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം.